നമസ്കാരം, തുല്യത ലാബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +1 തുല്യത എക്കണോമിക്സിൽ നിന്നുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1991 ശേഷം എന്ന ചാപ്റ്ററാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്ന് ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാനതിൽ പ്രധാനമായിട്ടും 2 ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കേണ്ട. നിങ്ങൾക്ക് വരും എന്നുറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം, അതിൻ്റെ ഉത്തരങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ എസ്സേ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇങ്ങനെ 3 ടേമുകളാണ് പഠിക്കാനുള്ളത്. 1990കളിൽ നമുക്ക് ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയും ആ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ 3 ഈ പറഞ്ഞ പുത്തൻ സാമ്പത്തിക നയം എന്ന പേരിൽ 3 സാമ്പത്തിക നയം നടപ്പിലാക്കുകയും ചെയ്തു. ആ സാമ്പത്തിക നയങ്ങളാണ് ഈ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ പഠിതാക്കളും നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് പങ്കെടുക്കുകയും ക്ലാസ് കാണുകയും കൃത്യമായിട്ടത് പഠിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയത്തിൽ ഉയർന്ന മാർക്ക് നേടാൻ നമ്മുടെ ചാനലിൽ സഹായിക്കും. കൂടാതെ മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകളും ചാനലിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 1991 മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ്. 1991 മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഘടകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 1 ഉദാരവൽക്കരണം, 2 സ്വകാര്യവൽക്കരണം, 3 ആഗോളവൽക്കരണം. അപ്പോൾ 3 തരം ഘടകങ്ങളാണ്, അല്ലെങ്കിൽ 3 ഘടകങ്ങളാണ് 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇതിങ്ങനെ ചോദിക്കുന്നതിന് പകരം 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ച് വിവരിക്കുക എന്നായിരിക്കും. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ 8 മാർക്കിന് വേണ്ടി നമ്മൾ പഠിച്ചാൽ ഇതിന്ന് 5 മാർക്കിനോ 4 മാർക്കിനോ 3 മാർക്കിനോ 2 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെ ചോദിച്ചാലും ഇതിൽ നിന്ന് ഉത്തരം നമുക്ക് കിട്ടും. എല്ലാത്തിനും കൂടെ ഒറ്റ ഒരു ഉത്തരം പഠിച്ചു വെച്ചാൽ മതി. 8 മാർക്കിൻ്റെ ഒരു ഉത്തരം പഠിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഏത് പോയിന്റ് ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1991 മുതൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തികം നടപ്പിലാക്കി. ഈ പുത്തൻ സാമ്പത്തിക നയത്തിന് 3 ഘടകങ്ങളുണ്ടെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. 1 ഉദാരവൽക്കരണം, 2 സ്വകാര്യവൽക്കരണം, 3 ആഗോളവൽക്കരണം. ക്ലിയർ അല്ലേ? ഇനി ഇത് ഓരോന്നും നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഉദാരവൽക്കരണം? അനാവശ്യമായ നിയന്ത്രണങ്ങളിൽ നിന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ് ഉദാരവൽക്കരണം. അനാവശ്യമായ നിയന്ത്രണങ്ങളിൽ നിന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ് ഉദാരവൽക്കരണം. അപ്പോൾ എന്തതുകൊണ്ട് ഉദ്ദേശിച്ചത്? ലിബറലൈസ് ചെയ്യുക അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു 1990 ആണ്. അത് ഗൾഫ് യുദ്ധം ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് വന്നത്. ഇറാഖും കുവൈത്തും തമ്മിൽ 1990 ഗൾഫ് യുദ്ധം ഉണ്ടാവുകയും തൽഫലമായിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വരികയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ആളുകളുടെ ഈ വരവ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ പ്രതികൂലമായിട്ട് ബാധിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ജീവിക്കാൻ അല്ലെങ്കിൽ ആളുകൾക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് കയ്യിൽ പണമില്ല. അപ്പോൾ ആ പണം ഉണ്ടാക്കാൻ ഗവൺമെൻറ് എന്താ ചെയ്യാൻ പറ്റുക? ഗവൺമെൻറ് കടം വാങ്ങിയേ തീരൂ. അപ്പോൾ ഗവൺമെൻറ് ആരിൽ നിന്നാണ് കടം വാങ്ങുക? ഗവൺമെൻറ് കടം വാങ്ങുന്നത്, അതായത് നമുക്ക് കടം വാങ്ങാൻ കഴിയുന്ന അന്താരാഷ്ട്ര സംഘടനകളുണ്ട്. 2 സംഘടനകളുണ്ട്. ഒന്ന് വേൾഡ് ബാങ്ക് അഥവാ ലോക ബാങ്ക്. രണ്ടാമത്തത് അതിൻ്റെ മറ്റൊരു ഘടകമായിട്ടുള്ള IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണ്യനിധി എന്ന് പറയും. അപ്പോൾ ഈ 2 ഘടകങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പണം കടം വാങ്ങാൻ പറ്റുക. ഓൾറെഡി നമ്മുടെ രാജ്യം ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. പലിശ സഹിതം തിരിച്ചു കൊടുക്കേണ്ട പണമാണ് കടം വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കടം വാങ്ങാൻ ചെന്ന സമയത്ത് ആ സംഘടനകൾ നമ്മോട് ആവശ്യപ്പെട്ടതാണ്, നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ന്യൂ എക്കോണമി പോളിസി കൊണ്ടുവരിക, ഒരു സ്ട്രാറ്റജി നടപ്പിലാക്കുക, ഒരു തന്ത്രം നിങ്ങൾ പ്രയോഗിക്കൂ. ആ തന്ത്രം ഈ 3 എണ്ണമാണ്: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സംഭവം നടപ്പിലാക്കുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. 1991 കാലഘട്ടത്തിലെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. ആ കാലഘട്ടത്തിലെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്
പിന്നീട് നമ്മളുടെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ്. ഓക്കെ, അദ്ദേഹമാണ് ഈ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. ഇതൊക്കെ ജനറലായുള്ള കാര്യമാണ് കേട്ടോ. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. കുട്ടികളോട് പറഞ്ഞ പോലെ അല്ലല്ലോ നിങ്ങളോട്. അപ്പോൾ കുട്ടികളോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടാവും. ഉദാരവൽക്കരണം നിങ്ങൾക്ക് എന്താ ഈ സംഭവം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്ലിയർ ചെയ്ത് തരികയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഉദാരവൽക്കരണം കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, പല സ്ഥാപനങ്ങൾ രാജ്യത്തിൽ വ്യവസായ മേഖലയിലായാലും ധനകാര്യ മേഖലയിലായാലും വിദേശ നാണയ പരിഷ്കാരത്തിൽ വ്യാപാര നിക്ഷേപത്തിലൊക്കെ അനാവശ്യമായിട്ടുള്ള കുറേ നിയന്ത്രണങ്ങളുണ്ട്. അതായത് കുറേ നമുക്ക് എന്ത് സംഗതി തുടങ്ങണമെങ്കിലും കുറേ ലൈസൻസ് സമ്പാദിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു വിടുതൽ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, അതാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ഈ അനാവശ്യമായ നിയന്ത്രണം. എല്ലാ സംഗതികൾ തുടങ്ങുമ്പോഴും നമുക്ക് അനാവശ്യമായുള്ള കുറേ ലൈസൻസ് സമ്പാദിക്കണം. അപ്പോൾ ആ ലൈസൻസ് സമ്പാദിക്കുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മോചനം, അതാണ് ഉദാരവൽക്കരണം. മനസ്സിലായല്ലോ? അതിനെയാണ് അനാവശ്യമായ നിയന്ത്രണങ്ങളിൽ നിന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതിനെയാണ് ഉദാരവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ്? അത് വ്യവസായ മേഖല, ധനകാര്യ മേഖല, നികുതി നയമേഖല, വിദേശ നാണയ പരിഷ്കാരങ്ങൾ, വ്യാപാര നിക്ഷേപ മേഖല. അപ്പോൾ ഉദാരവൽക്കരണം നടപ്പിലാക്കിയ മേഖലകൾ ഏതൊക്കെയാണ്, ഉദാരവൽക്കരണം എന്താണ്, അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഒരു ഭാഗം മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഉദാരവൽക്കരണം നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട മേഖലകൾ വ്യവസായ മേഖല, ധനകാര്യ മേഖല, നികുതി നയമേഖല, വിദേശ നാണയ പരിഷ്കാര മേഖല, അതുപോലെ തന്നെ വ്യാപാര നിക്ഷേപ മേഖല. ഇത്രയേ ഉള്ളൂ ഉദാരവൽക്കരണം. ഇനി അതിലെ രണ്ടാമത്തെ പോയിന്റാണ് സ്വകാര്യവൽക്കരണം. സ്വകാര്യ മേഖല എന്നാണ് ബുക്കിൽ ടൈപ്പ് ചെയ്തുള്ളത്, സ്വകാര്യവൽക്കരണം എന്നാണ് കേട്ടോ. എന്താണ് സ്വകാര്യവൽക്കരണം? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പ് സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വിൽക്കുന്ന ആ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് സ്വകാര്യവൽക്കരണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമാവകാശം അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥത ആർക്ക് കൊടുക്കുക? രാജ്യത്തിലെ സ്വകാര്യ വ്യക്തികൾക്ക്, എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ, അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കോ വിൽക്കുന്ന ആ ഒരു ഏർപ്പാടിനെ വിളിക്കുന്ന പേരാണ് സ്വകാര്യവൽക്കരണം. ഇപ്പോൾ നമുക്കറിയാം രാജ്യത്ത് പലതരത്തിലുള്ള സ്വകാര്യവൽക്കരണങ്ങൾ നടന്നിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനം ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളാണ്. ഗവൺമെൻറ്റിന് അത് ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഗവൺമെൻറ് അത് എന്ത് ചെയ്യണം? അത് സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക്, രാജ്യത്തിലെ വൻകിട സ്ഥാപനങ്ങൾക്ക്, സ്വകാര്യപരമായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് അത് വിൽക്കുക അല്ലെങ്കിൽ അത് നടത്താൻ കൊടുക്കുക. മനസ്സിലായല്ലോ? ഇതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു ക്രയശേഷി ഉയർത്താൻ സാധിക്കും. അത്തരം സ്ഥാപനങ്ങളുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്കും രാജ്യത്തിലെ ജനങ്ങൾക്കും വരുമാനം ഉണ്ടാക്കാം, കൂടാതെ ഗവൺമെൻറ്റിനും വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ ഒരു സിസ്റ്റം. ഓക്കെ, അപ്പോൾ സ്വകാര്യവൽക്കരണം രണ്ട് രീതിയിലാണ് നടപ്പിലാക്കുന്നത്. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് സ്വകാര്യ മേഖലയ്ക്ക് നൽകുക എന്നുള്ളത്. രണ്ടാമത്തേത്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുക. ഈ ഓഹരികൾ വിറ്റഴിക്കുന്നതിനെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക. അതൊരു ചോദ്യമാണ്. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതിന്, അതായത് അതിൻ്റെ ഷെയർ വിൽക്കുക, കമ്പനികളുടെ ഷെയർ സ്വകാര്യ വ്യക്തികൾക്ക്, സ്ഥാപനങ്ങൾക്ക് വിൽക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ഒരു ഭാഗത്ത്. ഇനി മൂന്നാമത്തത് ആഗോളവൽക്കരണം. എന്താണ് ആഗോളവൽക്കരണം? ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ മറ്റു രാജ്യങ്ങൾക്ക് ഇടപാടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇടപാടുകൾ നടത്താൻ വേണ്ടി അതിൻ്റെ എക്കോണമിയെ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ആഗോളവൽക്കരണം. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മറ്റു രാജ്യങ്ങൾക്ക് ഇടപാടുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ആഗോളവൽക്കരണം. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മറ്റു രാജ്യങ്ങൾക്കായി ഇടപാടുകൾ നടത്താൻ വേണ്ടി തുറന്നു കൊടുക്കുന്നതിനെ ആഗോളവൽക്കരണം എന്ന് പറയും. ഈ ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഔട്ട്സോഴ്സിങ്. അത് മാത്രം പരീക്ഷയ്ക്ക് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. ഔട്ട്സോഴ്സിങ് എന്താണെന്ന് ചോദിക്കും. പുറം കരാർ, തുല്യതയ്ക്ക് കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ച ചോദ്യമാണ് ഈ ഔട്ട്സോഴ്സിങ്. ഓക്കെ, ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ പുറം കരാർ എന്നാണ്. എന്താണ് ഈ സംഭവം? ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ഔട്ട്സോഴ്സിങ് അഥവാ പുറം കരാർ. വികസിത രാജ്യങ്ങൾ അവരുടെ കമ്പനികളിലെ ജോലികൾ ചെയ്യാൻ വികസ്വര രാജ്യങ്ങളിലുള്ളവരെ ആശ്രയിക്കുന്നു. ഇതാണ് ഔട്ട്സോഴ്സിങ്. വികസിത രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെയാണ് വികസിത രാജ്യങ്ങൾ. അത്തരം രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിലുള്ള കമ്പനികളിലെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തുള്ള ആളുകളെ ഉപയോഗിക്കുന്നതിന് പകരം
അവർ വികസ്വര രാജ്യമായിട്ടുള്ള ഇന്ത്യയെ പോലുള്ള, പാകിസ്ഥാനെ പോലുള്ള, ശ്രീലങ്കയെ പോലുള്ള, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുക. ഏറ്റവും കൂടുതൽ ഈ ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ പുറം കരാർ ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യക്കാരാണ്. ഓക്കെ, അപ്പോൾ എന്താ കാരണം? എന്താ? ഉയർന്ന വിദ്യാഭ്യാസം, അനായാസേന ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ്, കുറഞ്ഞ വേതനം എന്ന് പറയുമ്പോൾ കൂലിയാണ്, എന്നിവയിലൂടെ ഒക്കെ ഇവർ ജോലി ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താ, ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ആളുകളാണ്. പിന്നെന്താ, കുറഞ്ഞ കൂലി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യം കാരണം വികസിത രാജ്യങ്ങളൊക്കെ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളെ ഔട്ട്സോഴ്സിങ്ങിന് വേണ്ടി ആശ്രയിക്കുന്നു. എന്തെല്ലാം തരത്തിലുള്ള ജോലികളാണ് ഇതിലൂടെ ചെയ്തു കൊടുക്കുന്നത്? IT ജോലികൾ, അതായത് കമ്പ്യൂട്ടർ പരമായിട്ടുള്ള ജോലികൾ, പിന്നെ ആനിമേഷൻ ജോലികൾ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ജോലികൾ, പിന്നെ ലീഗൽ സർവീസുകൾ, ഓക്കെ, അതായത് ഈ നമ്മുടെ വക്കീൽ പണിയാണ്, ഓക്കെ, തുടങ്ങിയിട്ടുള്ള സേവനങ്ങളൊക്കെയാണ് ഇത്തരം ഔട്ട്സോഴ്സിങ്ങിലൂടെ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് പുറം കരാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ പുറം കരാർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊച്ചിയിൽ ഔട്ട്സോഴ്സിങ് സെൻ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ ബാംഗ്ലൂരിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും, വീട്ടിലിരുന്ന് ജോലി ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്, അല്ലേ? അമേരിക്കൻ കമ്പനികൾക്കൊക്കെ വേണ്ടി വീട്ടിലിരുന്ന് ജോലി ചെയ്തു കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യലാണ് ഔട്ട്സോഴ്സിങ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകണ്ട, നമ്മൾ നമ്മുടെ രാജ്യത്തിലിരുന്ന്, നമ്മുടെ വീട്ടിലിരുന്ന് ഈ വിദേശ രാജ്യത്തെ കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കി അവരുമായിട്ട് ജോലി ചെയ്യുക. നമ്മൾ ചെയ്ത ജോലി അവർക്ക് ഇൻ്റർനെറ്റ് മുഖേന അയച്ചു കൊടുക്കുക. നമുക്ക് അവർ സാലറി അക്കൗണ്ടിലേക്ക് തരും. അതാണ് അതിനൊരു കാര്യം. അപ്പോൾ നമുക്ക് ജോലിയായി. വിദേശ കമ്പനികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്കാണെങ്കിൽ കൂടുതൽ പണം ചിലവാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വിസ വേണം, അതുപോലെ തന്നെ നമുക്ക് താമസ സൗകര്യം വേണം, മെഡിക്കൽ സൗകര്യം വേണം, ഫുഡ് വേണം, ഉയർന്ന ശമ്പളം തരണം, അങ്ങനത്തെ കുറേ ഘടകങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്കൊരു മോചനം ഇതിൽ നിന്ന് കിട്ടും, ഈ ഔട്ട്സോഴ്സിങ്ങിലൂടെ കിട്ടും. അപ്പോൾ ഔട്ട്സോഴ്സിങ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട പദമാണ്. വികസിത രാജ്യങ്ങൾ അവരുടെ കമ്പനികളിലെ ജോലികൾ ചെയ്യാൻ ഇന്ത്യയെപ്പോലുള്ള വികസ്വര രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിനെയാണ് ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ പുറം കരാർ എന്ന് പറയുന്നത്. അങ്ങനെ ആശ്രയിക്കാനുള്ള കാരണം ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് നമ്മൾ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ കഴിയും, കുറഞ്ഞ കൂലി കൊടുത്താൽ മതി. ഓക്കെ, പ്രധാനമായിട്ടും ഇതിൽ ചെയ്യുന്ന ജോലികൾ IT ജോലികൾ, ആനിമേഷൻ ജോലികൾ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, ലീഗൽ സർവീസ് തുടങ്ങിയവയാണ്. ഓക്കെ, ഇത്ര എഴുതി വെച്ചാൽ, നമ്മൾ തുടക്കം മുതൽ ഇത്ര എഴുതി വെച്ചാൽ ഒരു essay ആയി, 8 മാർക്കിൻ്റെ essay ആയി. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം വരും, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു 2 മാർക്ക്, 1 മാർക്ക്, 3 മാർക്ക് വരെയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലോക വ്യാപാര സംഘടന. ഇത് വേറൊരു ടോപ്പിക്കാണ് കേട്ടോ. ലോക വ്യാപാര സംഘടന, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. WTO സ്ഥാപിതമായത് വർഷം ചോദിക്കുന്നുണ്ട്. 1995. ഓക്കെ, 1995 WTO രൂപം കൊണ്ടത്. ജനീവയിലാണ് രൂപം കൊണ്ടത്. ഓക്കെ, ഈ WTOയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബഹുമുഖ വ്യാപാരത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ബഹുമുഖ വ്യാപാരം എന്ന് പറഞ്ഞാൽ ഒരേ രാജ്യത്തോട് ചേർന്നിട്ടുള്ള വ്യാപാരമല്ല, മറിച്ച് ഒന്നിലധികം രാജ്യങ്ങളുമായിട്ട് ലോകത്ത് വ്യാപാരം നടത്തുന്ന അല്ലെങ്കിൽ നടത്താൻ സാഹചര്യം ഒരുക്കുന്ന ഒന്നാണ് WTO. ഓക്കെ, ഇതിന് മുമ്പത്തെ രൂപം, WTOയുടെ മുമ്പത്തെ രൂപം GATT എന്നാണ്. GATT, ജനറൽ അഗ്രിമെൻറ്റ് താരിഫ് ആൻഡ് ട്രേഡ് എന്നുള്ളതാണ് GATT. ഓക്കെ, GATT എന്ന് പഠിച്ചാൽ മതി. GATT അത് 1948 രൂപം കൊണ്ടത്. ഇതൊരു ഏകമുഖ വ്യാപാരമാണ്, ബഹുമുഖമല്ല, ഏകമുഖ വ്യാപാരം. അല്ലെങ്കിൽ ഒരേ രാജ്യവുമായിട്ട്, ഇപ്പോൾ ഇന്ത്യ അമേരിക്കയുമായി മാത്രം വ്യാപാരം നടത്തുക, ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്താനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. അതാണ് GATTൽ പറയുന്നത്. നേരെ മറിച്ച് അത് മാറ്റിയിട്ട് ഇന്ത്യക്ക് ലോകത്തുള്ള സകല രാജ്യങ്ങളുമായിട്ടും വ്യാപാരം നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് WTO. ഇന്ത്യക്ക് മാത്രമല്ല, എല്ലാ രാജ്യങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം നടത്താനുള്ള ഒരു അവസരം വന്നത് WTOയുടെ ഒരു ആവിർഭാവത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ WTO നിലവിൽ വന്നത് 1995 ബഹുമുഖ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് WTOയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ GATTൻ്റെ പിന്തുടർച്ചയായിട്ട് വന്നതാണ് WTO. ഓക്കെ, അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ, ഇപ്പോൾ ഞാൻ 2 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം വിവരിക്കുക. അപ്പോൾ നമ്മൾ 3 ഘടകങ്ങൾ മുതൽ ഈ ഔട്ട്സോഴ്സിങ് വരെ നമ്മൾ പറഞ്ഞു. അതാണ് ആ ഒരു essay. പിന്നെ WTO എന്താണെന്നുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യമായിട്ടും പറഞ്ഞു. ഈ 2 ചോദ്യങ്ങൾ മാത്രം നിങ്ങളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് 100% ഉപകരിക്കുമെന്ന് കരുതട്ടെ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. എല്ലാ വിഷയവും, മാക്സിമം എല്ലാ വിഷയവും ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ വഴി ചെയ്യും.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ധൃതി കാണിക്കരുതെന്നേ ഉള്ളൂ. സമയത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. എക്സാമിൻ്റെ മുന്നേ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ഒരു വിഷയവും പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഷെയർ ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.